السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റമദാനിൻ്റെ അവസാന സന്ദർഭങ്ങളിലാണ് നാം ഉള്ളത്. ഈ ഒരവസരത്തിൽ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നമ്മെ ഭയപ്പെടുത്തുന്ന 3 സന്ദർഭങ്ങളാണുള്ളത്. ഒന്ന്, മരിക്കുന്ന സമയം. മറ്റൊന്ന് ഖബറിൽ. മൂന്നാമത്തത് മഹ്ശറിൽ. ഈ 3 സന്ദർഭങ്ങളും വലിയ പേടിയുള്ള, ഭീതിപ്പെടുത്തുന്ന സന്ദർഭമാണ്. ഈ 3 സന്ദർഭങ്ങളിലും ഇൻഷാ അല്ലാഹ് വിശ്വാസികൾക്ക് അല്ലാഹു നിർഭയത്വം നൽകും. അതിന് നാം ചെയ്യേണ്ടത്, നേരത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ, അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളിൽ നിരതരാവുകയും മരിക്കുന്നതുവരെ തോറ്റുപോവാതെ, പിശാചിന് വഴിപ്പെടാതെ ഇസ്തിഖാമത്തോടുകൂടി ഈ മതത്തിൽ ഉറച്ചു നിൽക്കുകയുമാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിർണായകമായ ഭയപ്പാടിൻ്റെ ഈ 3 ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. സൂറത്തു ഫുസ്സിലത്തിലെ 30, 31, 32 ആയത്തുകളിൽ കാണാം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുകയും സുമ്മസ്തഖാമു, അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് മുസ്ലിമീങ്ങളിൽ എല്ലാവരും അംഗീകരിക്കുന്ന, പറയുന്ന കാര്യമാണ്. അതിലെല്ലാവരും യോജിക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ടാമത്തതിലാണ് വിഷയം. എന്താണത്? സുമ്മസ്തഖാമു, ഇസ്തിഖാമത്ത് വേണം, മതത്തിൽ അടിയുറച്ചു നിൽക്കണം, പതറിപ്പോവാതെ ആ പറഞ്ഞ ആദർശത്തിൽ നിങ്ങൾ നിലകൊള്ളുകയും ചെയ്താൽ, ആ വ്യക്തി മരിക്കാൻ കിടക്കുമ്പോൾ, അതെങ്ങനെയുള്ള മരണമാണെങ്കിലും ശരിക്കും ശ്രദ്ധിക്കുക. ബെഡിൽ സുഖമായി കിടന്നുകൊണ്ട് മരിക്കുമ്പോൾ മാത്രമാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് കരുതരുത്. ഒരാൾ ക്ഷണനേരം കൊണ്ട് മരിക്കുന്ന ആക്സിഡൻറ്റിൽ മരിക്കുകയാണെങ്കിലും ശരി, അത് എത്ര വലിയ ആക്സിഡൻ്റ് ആകട്ടെ, ഇനി മനുഷ്യൻ തന്നെ കത്തിക്കരിഞ്ഞു പോകുന്ന അവസ്ഥയാകട്ടെ, മരണം എന്നുള്ള പ്രതിഭാസം എന്നുള്ളത് മറ്റൊരു സൃഷ്ടി തന്നെയാണ്, മറ്റൊരവസ്ഥയാണത്. അതുകൊണ്ട് തന്നെ ഏത് നിലക്ക് മരിക്കുന്നവരും ഈ ഒരു വഴിയിലൂടെ കടന്നു പോകാതെ മരിക്കുന്നില്ല. അത് സമുദ്രത്തിൻ്റെ അടിയിലാണെങ്കിലും ശരി, കത്തിക്കരിഞ്ഞുകൊണ്ടാണെങ്കിലും ശരി, ഏത് അവസ്ഥയിലുള്ള മരണവും അല്ലാഹു നമുക്ക് ഏറ്റവും നല്ല മരണം പ്രദാനം ചെയ്യട്ടെ. മോശമായ മരണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ മരിക്കുന്ന സന്ദർഭത്തിൽ താൻ ഈ ലോകത്തോട് വിട പറയുകയാണെന്ന് മനുഷ്യന് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. ആ സമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നു. അപ്പോൾ മലക്കിനെ കാണാമെന്നാണ്. മനുഷ്യൻ മലക്കിനെ കാണുന്ന, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കണമെങ്കിൽ മലക്കുകളെ കാണണം എന്ന് ബഹുദൈവാരാധകർ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് റദ്ദ് പറഞ്ഞത്, റബ്ബിൻ്റെ ശിക്ഷയും മരണവും വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, പക്ഷേ ആ സമയത്ത് വിശ്വസിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ കൂട്ടം കൂട്ടമായി മലക്കുകൾ വന്നിട്ട് പറയുകയാണ്, അല്ലാ തഖാഫു വലാ തഹ്സനു, സങ്കടം വേണ്ട, ഭയപ്പെടേണ്ടതില്ല. കാരണം ആ മുഹൂർത്തം ഭയപ്പാടിൻ്റെയും സങ്കടത്തിൻ്റെയും മുഹൂർത്തമാണ്. എന്താ സങ്കടം? വിട്ടേച്ചു പോകുന്നതിനെക്കുറിച്ചാണ്. ഭാര്യ, മക്കൾ, സ്വത്ത് എല്ലാമുണ്ട്. ഇത് ഒഴിവാക്കി പോവുകയാണ്. ആ സങ്കടമുണ്ട്, ആ ദുഃഖമുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞു പോയ ദിനരാത്രങ്ങളിൽ നഷ്ടപ്പെടുത്തിയ നന്മകളെക്കുറിച്ചുള്ള സങ്കടം, അത് മരിക്കുന്ന സമയത്തുണ്ട്. നമ്മൾ ധാരാളം ആയത്തുകളിലൂടെ മനസ്സിലാക്കിയതാണ്. ഈ സങ്കടവും ഇനി എൻ്റെ അവസ്ഥ എന്താകുമെന്ന പേടിയും
ഖൗഫ്. ഇത് രണ്ടും ഉണ്ടാകുന്നതാണ്. അതാ മുസ്തഖ്ബിലിൽ ഇനി എന്താണ്? കാരണം മലക്കിനെ കണ്ടു കഴിഞ്ഞു, എന്നെ കൊണ്ടുപോവാണ്. ഇനി എന്തായിരിക്കും വിചാരണയുടെ ഒരു സ്വഭാവം? എന്തായിരിക്കും ഖബറിലെ ഒരു വിഷയം? മഹ്ശറിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഈ പേടിയൊക്കെ മരിക്കുന്ന സമയത്തുണ്ടാകുന്ന. അതുകൊണ്ടാണ് വമിൻ ഫിത്നത്തിൽ മമാത്ത് എന്ന് റസൂലുള്ള പറഞ്ഞു. മരിക്കുന്ന സമയത്ത് ഫിത്ന എന്ന് പറഞ്ഞാൽ അത് വമ്പിച്ചൊരു കാര്യം തന്നെയാണ്. ആ സമയത്ത് മലക്കുകൾ ഇങ്ങനെ വന്നിട്ട് പറയും, സങ്കടം വേണ്ട, പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട, ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് മരിപ്പിക്കുന്നത്. വഅബ്ശിറൂ ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ. നിങ്ങൾക്ക് വാഗ്ദത്തം നൽകപ്പെട്ട ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഐഹിക ലോകത്തും ഇനിതാ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിലും മഹ്ശറിലുമൊക്കെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. മലക്കുകൾ പറയുന്നതാണ്. അള്ളാഹു പ്രത്യേകം ഏൽപ്പിക്കുന്നതാണത്. മലക്കുകൾ പറയും, ദുനിയാവിൽ നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ കർമ്മങ്ങളെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ശുപാർശ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി മലഉൽ അലയിൽ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു, നിങ്ങളുടെ പേരുകൾ പറഞ്ഞിരുന്നു, അങ്ങനെയൊക്കെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹു വഫിൽ ആഖിറ, പരലോകത്തും ഉണ്ടാകും. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നതും നിങ്ങൾ വിളിച്ച് ആവശ്യപ്പെടുന്നതൊക്കെ അവിടെ കിട്ടും. നുസുലം മിൻ ഗഫൂരിർ റഹീം. പാപങ്ങളെല്ലാം പൊറുക്കുന്നവനും പരമകാരുണ്യകനുമായ അള്ളാഹുവിൻ്റെ സൽക്കാരമാണത്. അൽഹംദുലില്ലാ. ഈ ഒരു വലിയ സൽക്കാരത്തിലേക്ക് പോവുകയാണെന്നുള്ള ഒരു പ്രതീതിയാണ് മരിക്കുന്ന സമയത്ത് വിശ്വാസികൾക്ക് ഉണ്ടാവുക. അവിടെ നുസുലൻ, ഒരു സൽക്കാരത്തിന് പോവാണെന്നാണ് പറയുന്നത്. നുസുലൻ മിൻ ഗഫൂരിർ റഹീം. പരമകാരുണ്യകനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ റബ്ബ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതൊക്കെ നൽകുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞാൽ നഷ്ടമല്ല, നഷ്ടപ്പെടുകയല്ല, പിന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ നേടാൻ വേണ്ടിയുള്ള ഒരു ലോകത്തേക്ക് പോവാണ്. ഇങ്ങനെ വലിയൊരു സൽക്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് മരിക്കുന്ന സമയത്ത് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അൽഹംദുലില്ലാ. അള്ളാഹു എന്നെയും നിങ്ങളെയും ആ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. പക്ഷേ ഈ പറഞ്ഞ രണ്ട് കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി വസിയത്ത് ചോദിച്ചപ്പോൾ ഈ രണ്ടാ പറഞ്ഞത്. ഖുൽ ആമൻതു ബില്ലാഹി വസ്തഖിം. ഞാൻ അള്ളാഹുൽ വിശ്വസിച്ചു എന്ന് പറയൂ, പിന്നെ നേരെ ചൊവ്വേ നിലകൊണ്ടോളൂ. അത് ജാമിഉം മാനിഉമായിട്ടുള്ള ഒരു കാര്യമാണത്. ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ നിലനിർത്തണം. അങ്ങനെയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ആയത്തിൻ്റെ ഒരു വിശദീകരണം എന്നോണം സ്വഹീഹായ ഹദീസിൽ വന്നത്, ഇന്നൽ അബ്ദൽ മുഅ്മിന, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഇദാ കാന ഫീ ഇൻഖിതാഇൻ മിനദ് ദുനിയ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, ദുനിയാവിലെ ബന്ധങ്ങളൊക്കെ മുറിച്ച് പരലോകത്തേക്ക് യാത്ര തിരിക്കാൻ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ദുനിയാവ് വിട്ടു, വവന്ന അന്നഹുൽ ഫിറാഖ്, ഇത് വേർപാടിൻ്റെ മുഹൂർത്തമാണെന്ന് മനുഷ്യൻ യഖീനോടുകൂടി ഉറപ്പിക്കുന്ന സമയം, മുഅ്മിനുകൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ, നസല ഇലൈഹി മലായികത്തും മിനസ് സമാഇ ബീദുൽ വുജൂഹി കഅന്ന വുജൂഹുമുശ് ശംസ്. ഭയങ്കരമായ വെളിച്ചമുള്ള മുഖത്തോടു കൂടിയുള്ള മലക്കുകൾ വരുന്ന, ബീദുൽ വുജൂഹ് എന്നാണ്, വെളുത്ത മുഖമുള്ള മലക്കുകൾ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവരുടെ മുഖം സൂര്യനാണോ എന്ന് തോന്നിപ്പോകുന്നത്. സൂര്യൻ വെട്ടിത്തിളങ്ങുന്നത് പോലെയുള്ള പ്രകാശമുള്ള മലക്കുകൾ ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വരും. തീർന്നില്ല, മഅഹും കഫനുൻ മിൻ അക്ഫാനിൽ ജന്ന വഹനൂത്തുൻ മിൻ ഹനൂത്തിൽ ജന്ന. സുബ്ഹാനല്ലാഹ്, സത്യമാണ് ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിലൂടെ പറഞ്ഞു തരികയാണ്, നമ്മൾ കടയിൽ പോയി വാങ്ങുന്ന കഫൻ തുണി അവിടെ ഉണ്ട്, കർപ്പൂരം വാങ്ങും, സുഗന്ധങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ ഈ ദുനിയാവെന്ന് വാങ്ങുന്നതാണ്. പക്ഷേ അതിനേക്കാൾ മുമ്പേ ഈ സ്വർഗത്തിൽ നിന്നുള്ള കഫൻ പുടവയുമായും സ്വർഗത്തിൽ നിന്നുള്ള ഹനൂത്ത് എന്ന് പറഞ്ഞ സുഗന്ധവുമായിട്ടാണ് ഈ മലക്കുകൾ വരുന്നത്. അപ്പോൾ ഓൾറെഡി കഫൻ പുടവയും ഓൾറെഡി സുഗന്ധവും ആ വ്യക്തിയുടെ അടുക്കൽ ഈ മലക്കുകൾ കൊണ്ടുവന്ന് കഴിഞ്ഞു. നാം വാങ്ങുന്നതിന് മുമ്പ് തന്നെ അത് സ്വർഗലോകത്ത് നിന്ന് കൊണ്ടുവരപ്പെട്ടു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ. കണ്ണെത്താത്ത ദൂരത്തോളം മലക്കുകൾ ഇരിക്കുന്നതാണ്. അപ്പോൾ എത്ര മലക്കുകളാണ്! ആ വ്യക്തി ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് ആരെയാണ്? വീട്ടിലുള്ളവരൊന്നുമല്ല. വീട്ടിലുള്ളവർ പലതും പറയുന്നുണ്ടാവാം, പക്ഷെ ആ വ്യക്തി കാണുന്നതും നോക്കുന്നതുമൊക്കെ മലക്കുകളെയാണ്. കണ്ണെത്താത്ത ദൂരത്തോളം ഈ മലക്കുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. കഫം പുടവയുമായി അവർ വന്നിട്ടുണ്ട്, സുഗന്ധമുണ്ട്. അവർ വന്നിരിക്കുന്നത് ഒരാളെ കാത്തുകൊണ്ടാണ്. കാരണം മരിച്ചിട്ടില്ല, ആ വ്യക്തി മരിച്ചിട്ടില്ല, വെയിറ്റിങ്ങിലാണ്, മരിച്ചിട്ടില്ല.
സുമ്മ യജീഉ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം. മലക്കുൽ മൗത്ത്, മരണത്തിൻ്റെ മലക്ക്. ഖുൽ യതവഫാക്കും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും. നിങ്ങളെ കാര്യത്തിൽ പ്രത്യേകം അള്ളാഹു ഏൽപ്പിച്ച മലക്ക് എന്ന് പറഞ്ഞാൽ മലക്കുൽ മൗത്ത്. മലക്കുൽ മൗത്ത് പിന്നെയാണ് വരുന്നത്. ആദ്യം തൻ്റെ ആളുകളെ പറഞ്ഞേക്കുക, പിന്നെയാണ് മലക്കുൽ മൗത്ത് വരുന്നത്. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി, തലയുടെ ഭാഗത്തിരിക്കുന്ന മലക്കുൽ മൗത്ത്. എവിടെ ഇരിക്കുന്നത്? തലയുടെ ഭാഗത്തിരിക്കും. ഫയഖൂൽ, എന്നിട്ട് പറയും. ശരിക്കും ശ്രദ്ധിക്കുക, ഈ ഹദീസിലെ ഓരോ വാക്കുകളും ജീവിതത്തിൽ അമലാക്കാനുള്ളതാണ്, ആ അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ളതാണ്. എന്താ മലക്ക് തലയുടെ ഭാഗത്ത് വന്നിട്ട് പറയുന്നത്? അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ, ഓ നല്ല മനുഷ്യ, നല്ല മനുഷ്യ. നഫ്സു ത്വയ്യിബ എന്ന് പറഞ്ഞാൽ ശിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത, തിന്മകളില്ലാത്ത നല്ല ആത്മാവേ. അതാണ് ഈ അവസ്ഥയിലെത്തണം, അപ്പോഴേ വിളിക്കുള്ളൂ. ഈ ഒരു വിളി കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ആശ്വാസമായിരിക്കില്ലേ. നമ്മൾ മരിക്കുമ്പോൾ മലക്ക് വന്നിട്ട് അയ്യത്തുഹൻ നഫ്സു ത്വയ്യിബ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, അതിലൂടെ തന്നെ വലിയ സൂചനയാണ്. ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ. രണ്ടാമത്തതും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും റിദ്വാനിലേക്കും വന്നോ, അഥവാ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക. അതാണ് റിദ്വാൻ. മഗ്ഫിറത്ത് നരകത്തു നിന്നുള്ള രക്ഷയാണ്. ഇത് രണ്ടും നിങ്ങൾക്കുണ്ട് എന്നാണ് പറയുന്നത്. ഇത് രണ്ടുമുണ്ട്, അതുകൊണ്ട് പുറപ്പെട്ടോളൂ എന്ന് പറയും. പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരിക്കാനുണ്ടോ മടി? ഇങ്ങനെ പറഞ്ഞാൽ മരിക്കാൻ മടിയുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മിൻ ഫി അസ്സിഖാഹ്. വെള്ളത്തിൽ നിന്ന്, കൂജയിൽ നിന്ന്, ആ കൂജ ഒന്ന് ചരിച്ചാൽ വെള്ളം പുറത്തേക്ക് വരാൻ വല്ല തടസ്സമുണ്ടോ? ഇല്ല. അതേപോലെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേഗം അങ്ങ് വിട്ടുകൊടുക്കുന്നുണ്ട്. പിടിച്ചോളൂ. ആത്മാവ് ഓടി ഒളിക്കില്ല, ജീവൻ ഓടി ഒളിക്കുകയില്ല, രക്ഷപ്പെടാൻ ശ്രമിക്കൂല. പക്ഷേ രക്ഷപ്പെടാൻ ശ്രമിക്കും ആരുടെ? സത്യനിഷേധികളുടെ ജീവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ്. ശരീരത്തിൽ അള്ളിപ്പിടിച്ചു നിൽക്കുന്നതാണ്. ഈ അള്ളിപ്പിടിച്ച് നിൽക്കുന്നിടത്തുനിന്ന് പിടിച്ച് വലിച്ചു ഊരുന്നതാണ്. കമ്പിളിയിൽ മുള്ളിട്ട് ഊരിയെടുക്കുന്നത് പോലെ ഉള്ള അവസ്ഥ ഉണ്ടാകുന്നതാണ്. പക്ഷെ മുഅ്മിനുകളുടേത് അങ്ങനെയല്ല. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കും, കൂജയിൽ നിന്ന് വെള്ളമുറ്റുന്നത് പോലെ. ഫയഖുദുഹ, അങ്ങനെ വന്നു കഴിഞ്ഞ് കണ്ണിലൂടെയാണ് ആത്മാവ് പുറത്തേക്ക് പോകുന്നതെന്നാണ്. കണ്ണ് പിന്തുടരും. കാലിൽ നിന്ന് തുടങ്ങി കണ്ണിലൂടെയാണ് പോകുന്നത് ആത്മാവ്. ശരീരം അതിനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ നോക്കി നിൽക്കുന്ന ഒന്നും പോകുന്ന ഒന്നുമുണ്ട്, നോക്കി നിൽക്കുന്ന ഒന്നുമുണ്ട്. ജീവൻ മറ്റൊന്ന്. വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ അറിവേ ഉള്ളൂ, അധികം അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട, അത് റബ്ബിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അങ്ങനെ അതിനെ മലക്ക് പിടിച്ചെടുക്കും. ഫൈദ അഖദഹ, മലക്കുൽ മൗത്തിൻ്റെ ഡ്യൂട്ടി അത് മാത്രമാണ്. ആദ്യം മലക്കുകൾ വരും, പിന്നെയാണ് മലക്കുൽ മൗത്ത് വരുന്നത്. ആ ഫുൾ ഗാംഭീര്യത്തോടു കൂടിയുള്ള വരവാണ്. അങ്ങനെ റൂഹിനെ പിടിച്ചിട്ട് വേഗം അവരുടെ കയ്യിലാണ് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കണ്ണിമ വെട്ടുന്ന നേരം പോലും മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ ആത്മാവിനെ അവർ വെക്കൂല. പിന്നെയോ ഈ കഫൻ തുണിയിലേക്ക് ആത്മാവിനെ വെക്കും. അതെങ്ങനെ? അള്ളാഹുവിനറിയാം. സ്വർഗത്തുനിന്ന് കൊണ്ടുവന്ന ഈ തുണിയിലേക്ക് നമ്മുടെ ആത്മാവിനെ വെക്കും. അതിൽ ആ സുഗന്ധങ്ങളൊക്കെ പുരട്ടിയിട്ടുണ്ടാകും. അങ്ങനെ മലക്കുകൾ ഇതിനെയും കൊണ്ടുപോവുകയാണ്, ആത്മാവിനെയും കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വയഖ്റുജു മിൻഹാ കഅത്യബി നഫ്ഹതി മിസ്കിൻ വുജിദത അലാ വജ്ഹിൽ അർദ്. ഭൂമിയിൽ കാണപ്പെട്ട ഏറ്റവും മുന്തിയ കസ്തൂരിയുടെ സുഗന്ധം അതിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അങ്ങനെ ഫയസ്അദൂന ബിഹാ ഫലാ യമുറൂന യഅനി ബിഹാ അലാ മലഇൻ മിനൽ മലായികതി ഇല്ലാ ഖാലു മാ ഹാദർ റൂഹു ത്വയ്യിബ്. അടുത്ത വീട്, മലക്കുകൾ ആകാശലോകത്ത് നിറച്ചും മലക്കുകളാണല്ലോ. അപ്പോൾ ഈ ആത്മാവിനെയും കൊണ്ട് ഏഴാമത്തെ ആകാശത്തിലേക്ക്, എല്ലിയൂനിലേക്ക് പോകുന്ന മലക്കുകൾ ആത്മാവിനെയും കൊണ്ട് പോകുമ്പോൾ ആകാശലോകം മുഴുവൻ സുഗന്ധം പരക്കുകയാണെന്ന്. അപ്പോൾ മലക്കുകൾ ചോദിക്കും, ഏതാണ് ഈ നല്ല മനുഷ്യൻ? അങ്ങനെ പറയപ്പെടും. ഫയഖൂലുന ഫുലാനു ബിനു ഫുലാൻ, ഇന്ന ആളുടെ മകൻ ഇന്ന ആളാണ്. ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹാ ഫിദ്ദുനിയ. ആ വ്യക്തിക്ക് ദുനിയാവിലുണ്ടായിരുന്ന ആ ഏറ്റവും നല്ല പേര് പറയപ്പെടുന്നത്. അതിൽ രണ്ട് പോയിൻ്റ് ഉണ്ട്. ഒന്ന്, നല്ല പേരിടണം മക്കൾക്ക്. നല്ല പേര് മലക്കുകളോട് പറയുമ്പോൾ ഒക്കെ നല്ലൊരു പേരായിരിക്കണം. രണ്ടാമത്തത്, ഒരു മുസ്ലിം, ഒരു മുഅ്മിനായ വ്യക്തി, അവൻ്റെ പേര് എന്ത് തന്നെയാവട്ടെ,
അവൻ്റെ ഈമാനിൻ്റെയും ഇഖ്ലാസിൻ്റെയും തഖ്വയുടെയും അമലിൻ്റെയും അടിസ്ഥാനത്തിൽ ആ പേര് മലക്കുകൾക്ക് പ്രിയപ്പെട്ടതായിത്തീരും. നിങ്ങളുടെ പേരെന്തോ ആവട്ടെ എന്ന് പറഞ്ഞാൽ വൃത്തികേടുള്ള മോശം അർത്ഥമുള്ള പേരുകൾ എന്ന നിലക്കല്ല പറയുന്നത്. ചിലർക്ക് നല്ല അർത്ഥമുള്ള പേരുണ്ടാവും. ചില പേരുകൾ വെറും അലമ് മാത്രമാണ്, അത് അനുവദനീയമാണ്. എന്താ പറഞ്ഞാൽ ഒരാളെ വിളിക്കാനുള്ള പേരാണ്, അതിൽ അർത്ഥക്കേടുകളൊന്നുമില്ല, എന്നാൽ വലിയ അർത്ഥമില്ല, എങ്കിൽ ആ പേരും അംഗീകരിക്കപ്പെട്ടതാണ്. ഇസ്ലാമിൽ ഷറഇൽ അത് അംഗീകരിക്കപ്പെട്ടതാണ്. അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. അർത്ഥക്കേട് വല്ലതുണ്ടോ? ഇല്ല. എന്നാൽ പോലും ആ വ്യക്തിയിലേക്കാണ് ആ പേരിൻ്റെ മഹത്വം. ആ വ്യക്തിയുടെ സ്വഭാവവും പ്രവർത്തനങ്ങളും ആ പേരിനെ പ്രിയപ്പെട്ടതാക്കും, ഭൂമിയിലും മലക്കുകൾക്കിടയിലും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഓരോ ആകാശങ്ങളും തുറക്കാൻ പറയുമ്പോൾ ഓരോ ആകാശങ്ങളും തുറക്കപ്പെടും. റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലേക്കെത്തും. അല്ലാഹുവേ ഇതാ റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ ആ മനുഷ്യൻ്റെ ആത്മാവ് കൊണ്ടുവരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഭൂമിയിലേക്ക് തന്നെ മടക്കിക്കോളൂ. കാരണം ഞാൻ അവനെ സൃഷ്ടിച്ചത് ഭൂമിയിൽ നിന്നാണ്, ഞാൻ അവനെ മരിപ്പിച്ച് മറമാടുന്നതും ഭൂമിയിലാണ്, ഇനി മഹ്ശറിൽ കൊണ്ടുവരുന്നതും ഭൂമിയിൽ തന്നെയാണ്. അതുകൊണ്ട് മടക്കാൻ പറയും. ഈ ആത്മാവ് ഭൂമിയിലേക്ക് മടങ്ങും. അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബ അബ്ദീ ഫീ ഇല്ലിയീൻ. ഇല്ലിയീനിൽ ഈ അടിമയുടെ കർമ്മരേഖകൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശരിക്കും ശ്രദ്ധിക്കുക. ഇല്ലിയീൻ എന്ന് പറഞ്ഞാൽ കിതാബും മർഖൂം യഷ്ഹദുൽ മുഖറബൂൻ. യഷ്ഹദുൽ മുഖറബൂൻ, മുഖറബീങ്ങളായ മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന വലിയൊരു കിതാബാണ് ഇല്ലിയൂൻ. 7ാമത്തെ ആകാശത്തിലാണ് അതുള്ളത്. 7ാമത്തെ ആകാശത്തിൽ അതിൽ നമ്മുടെ പേരെഴുതി വെക്കാൻ പറയും. എന്നിട്ടാണ് ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നത്. അൽഹംദുലില്ലാ, അതൊരു വല്ലാത്തൊരു ലിസ്റ്റിംഗ് ആണ്. അതിലൊക്കെ പേര് വരിക എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ചെറിയ ഒരു ലോക്കൽ ഇൻ്റർവ്യൂവിന് പേര് കൊടുത്തിട്ട് ലിസ്റ്റ് വന്നോന്ന് കാത്തു നിൽക്കുന്ന മനുഷ്യൻ ദുനിയാവിലെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ചെറിയ ജോലികൾക്ക് വേണ്ടി എന്തൊരു ആവേശമാണ്. എന്നാൽ ഇല്ലിയൂനിലൊക്കെ പേര് വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഭാഗ്യമെന്താണ്? മത്സരിക്കുന്നവർ അതിനുവേണ്ടി മത്സരിക്കട്ടെ എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ ഈ ആത്മാവിനെ ഭൂമിയിലേക്ക് തന്നെ പറഞ്ഞയക്കുമ്പോഴേക്ക് ബന്ധുമിത്രാദികൾ ഖബറിൽ വെച്ച് മടങ്ങിപ്പോയിട്ടുണ്ടാകും. റൂഹ് തിരിച്ചു നൽകപ്പെടും. ശരീരത്തിൽ നിന്ന് പോയ റൂഹ് തിരിച്ചു നൽകപ്പെടുന്നതാണ്. ആ തിരിച്ചു നൽകപ്പെടുമ്പോൾ ആ വ്യക്തി കേൾക്കുന്നതാണ്. അത് വല്ലാത്തൊരവസ്ഥയല്ലേ? നമ്മുടെ കുടുംബക്കാർ നമ്മെ മറവ് ചെയ്ത് മണ്ണിനടിയിലാക്കി മണ്ണിട്ട് നമുക്ക് വേണ്ടി ദുആ ചെയ്ത് മടങ്ങിപ്പോകുന്ന കാലടി ശബ്ദം ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാം. എവിടെങ്കിലും ഒരു സ്ഥലത്ത് നമ്മെ ഒറ്റക്കാക്കി നമ്മുടെ പ്രിയപ്പെട്ടവർ പോയാൽ എന്ത് സങ്കടം ഉണ്ടാവും, എന്ത് പേടിയുണ്ടാകും. ഇതിങ്ങനെ ഖബറിൻ്റെ ഇരുട്ടിൽ അത് കേൾക്കുമ്പോഴുള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. പക്ഷേ ഈ മലക്കുകൾ അവരെ എഴുന്നേൽപ്പിച്ച് ഇരുത്തും. ഫയഅതീഹി മലക്കാനി ഫയുജ്ലിസാനിഹി ഫയഖൂലാൻ. അങ്ങനെ അവരെ ഇരുത്തിയിട്ട് ചോദിക്കും, മൻ റബ്ബുക്. നിർണായകമായ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ. മനുഷ്യൻ ഉത്തരം കണ്ടെത്തേണ്ട 3 ചോദ്യങ്ങളേ ഉള്ളൂ. അതിലൊന്നാമത്തെ ചോദ്യം മൻ റബ്ബുക്, നിന്റെ റബ്ബാരാണ്. ശരിക്കും പഠിച്ചാലേ രക്ഷപ്പെടും പ്രിയപ്പെട്ടവരെ. നമ്മുടെ റബ്ബിനെ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? ആളുകൾ നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു. വായിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ? കിതാബ് തുറന്നു നോക്കുന്നുണ്ടോ? ആലിമീങ്ങളുടെ ദർസുകൾ കേൾക്കുന്നുണ്ടോ? അഖീദ പഠിക്കുന്നുണ്ടോ? അങ്ങനെ പോകുന്നു എന്നല്ലാതെ അങ്ങനെയല്ല. മൻ റബ്ബുക്, അതൊരു ക്വസ്റ്റ്യനാണ്. നിന്റെ റബ്ബ് ആരാണ്? പഠിക്കണം. അത് അള്ളാഹുവിനെ കുറിച്ച് അറിയണം. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് മഅരിഫത്തുല്ലാഹ്, സ്രഷ്ടാവായ റബ്ബിനെ അറിയലാണ്. അത് പഠിച്ചറിഞ്ഞ ആൾ പറയും, അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. എല്ലാ അർത്ഥത്തിലും എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. റബ്ബ് തൗഫീഖ് നൽകട്ടെ നമുക്ക് അങ്ങനെ പറയാൻ. അടുത്ത ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചിട്ട്, മാ ഹാദർ റജുൽ, ആരാണ് ഈ വ്യക്തി? അല്ലദീ ബുഇസ ഫീക്കും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ആ വ്യക്തി ആരാണ്? അപ്പോൾ പറയും, ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാക്കൾ പറയുന്നത് അവിടെ നബിയെ കാണിക്കപ്പെടുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് റസൂലാണെന്ന് പറയും. ഹുവ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ചോദ്യം, മാ ദീനുക്, നിന്റെ മതമേതാ? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മാ ദീനുക്, നിന്റെ ദീനേതാണ്? എല്ലാ മതങ്ങളിലും നന്മ, ആ പ്രസംഗമൊന്നും അവിടെ നടക്കൂല. മാ ദീനുക്, ദീനി അൽ ഇസ്ലാം. കാരണം
അല്ലാഹു തബാറക വ തആല യഖൂൽ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്തതിനെ മതമായി സ്വീകരിച്ചാൽ സ്വീകരിക്കപ്പെടുകയില്ല, പരലോകത്ത് വലിയ നഷ്ടവുമായിരിക്കും. നമ്മുടെ ദീന് പഠിക്കണം. ഇന്ന് ആളുകൾ പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റു മതങ്ങളുമായി ലയിക്കാനാണ് ഇഷ്ടം. ഇന്നൊരാളെ കണ്ടാൽ, അയാളുടെ ചര്യ കണ്ടാൽ, ആ വ്യക്തിയുടെ ആചാരങ്ങൾ കണ്ടാൽ മുസ്ലിമാണോ ഹൈന്ദവനാണോ ക്രൈസ്തവനാണോ മതമില്ലാത്തവനാണോ എന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ ദീന് പഠിച്ച് ആ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യണം. നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കണം, നമ്മുടെ നബിയെ മനസ്സിലാക്കണം. അടുത്ത ചോദ്യം, വമാ ഇൽമുക്, എവിടുന്ന് കിട്ടി ഈ അറിവ്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഇത് ഇമ്പോർട്ടൻ്റായ അറിവാണ് പറഞ്ഞത്. ആ ചോദ്യം അവിടെ ഉണ്ടാകും. എന്തിനാണത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്? ഇങ്ങനൊരു ചോദ്യവും സിസ്റ്റവും അള്ളാഹു എന്തിനാണ് നിശ്ചയിച്ചത്? നിശ്ചയിച്ചിട്ട് പിന്നെ നമ്മെ അറിയിച്ചു തരുന്നത് എന്തിനാണ്? നമ്മൾ പഠിക്കാനാണ്. അതാണ് റമളാനിൻ്റെ പ്രാധാന്യം, അതാണ് റമളാനിൻ്റെ പ്രത്യേകത. എന്താണത്? ഖറഅതു കിതാബല്ലാഹ്, ഞാൻ ഖുർആൻ ഓതിയ ആളാണ്, ഖുർആൻ പഠിച്ച ആളാണ്. ഖുർആൻ ഓതി പഠിച്ചു. ഫആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അതിൽ വിശ്വസിക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു. ഫയുനാദി മുനാദി മിനസ്സമാ, അപ്പോൾ ആകാശലോകത്തുനിന്ന് ഒരാൾ വിളിച്ചു പറയുന്ന, അള്ളാഹുവിന് വേണ്ടി വിളിച്ചു പറയുന്നത്, അഥവാ അള്ളാഹു പറഞ്ഞതായി വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയുന്നത്? അന്നു സദഖ അബ്ദീ, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ്. ഇതാണ് തസ്ദീഖ്, സത്യപ്പെടുത്തണം. അഥവാ നമ്മൾ പറഞ്ഞത് സത്യസന്ധമാണെങ്കിൽ, നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ അള്ളാഹു നമ്മെ ഖബറിൽ വെച്ച് സത്യപ്പെടുത്തുന്നതാണ്. അന്നു സദഖ അബ്ദീ. കാരണം കയ്യിൽ വലിയ ഹാമറും പിടിച്ചിട്ടാണ് ഈ ചോദ്യങ്ങൾ എന്നാണ്. വലിയ ആയിഷ റളിയല്ലാഹു അൻഹ പഠിയ ഒറ്റ അടി അടിച്ചാൽ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസാണ്, ഉഹുദ് പർവ്വതം പോലും തവിടുപൊടിയായി പോകും. അങ്ങനെയുള്ള ഹാമറും പിടിച്ചിട്ടാണ് ഈ ചോദ്യം. അപ്പോൾ പിന്നെ ആ പറഞ്ഞത് കറക്റ്റാണെന്നുള്ളൊരു തസ്ദീഖ് വന്നാൽ മലക്കുകൾ വിടും. അതിനാണ് സദഖ അബ്ദി, എൻ്റെ അടിമ പറഞ്ഞത് സത്യമാണ് എന്ന് വിളിച്ചു പറയപ്പെടും. മാത്രമല്ല, തീർന്നില്ല. ഫഅഫ്രിഷൂഹു മിനൽ ജന്ന വഅൽബിസൂഹു മിനൽ ജന്ന വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ളൊരു വിരിപ്പ് ആ ഖബറിൽ വിരിച്ചു കൊടുത്തോളൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ള വസ്ത്രം അണിയിച്ചോളൂ. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്കൊരു വാതിലും അങ്ങ് തുറന്നു കൊടുത്തോളൂ. അങ്ങനെ നോക്കിക്കാണാൻ രാവിലെ വൈകുന്നേരമൊക്കെ സ്വർഗ്ഗം കാണിക്കപ്പെടുന്ന ഖബറിൽ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിക്കൊള്ളാൻ പറയും. നം കനൗമത്തിൽ ആറൂസ് എന്നാ പറയാം. പുതിയാപ്പിള ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ, അത്രയ്ക്ക് ഹാപ്പി ആയിട്ട് ഉറങ്ങിക്കോളൂ എന്നാണ്. അതിനു മുമ്പ് ആ വ്യക്തിക്ക് ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരി, കണ്ണെത്താവുന്ന ദൂരത്തോളം ഖബർ വിശാലമാക്കി കൊടുക്കുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുകയും, അങ്ങനെ ഇരിക്കെ വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹ്, ഇതൊക്കെ ഖബറിൽ സംഭവിക്കുന്നതാണ്. ഒരു വ്യക്തി ഖബറിലേക്ക് കടന്നു വരുന്നതാണ്. ഈ മലക്കുകൾക്ക് പുറമെ ഒരാൾ ഖബറിലേക്ക് വരും, നല്ല മുഖമുള്ള ഒരു വ്യക്തി, ഹസനു സിയാബ്, നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ത്വയ്യിബുർ റീഹ്, നല്ല സുഗന്ധം, നല്ല വസ്ത്രം, കാണാനും ഭംഗിയുണ്ടെങ്കിൽ അതെന്തൊരു കാഴ്ചയാണ് ഖബറിൽ. അതുകൊണ്ട് തന്നെ പറയും, ഫയഖൂൽ അബ്ശിർ ബില്ലദീ യസുറുക് ഹാദാ യൗമുകല്ലദീ കുൻത തുഅദ്, നിനക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസമാണ്, സന്തോഷിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ചോദിക്കും, ഫയഖൂലു ലഹു മൻ അൻത, നിങ്ങൾ ആരാണ്? ഇത് ഖബറിൽ സംഭവിക്കുന്ന കാര്യമാണ്. അള്ളാഹു നമ്മെ ഇതിൽ ഉൾപ്പെടുത്തട്ടെ. ഫവജൂകൽ വജ്ഹു യജീഉ ബിൽ ഖൈർ, മുഖം കണ്ടാൽ അറിയാൽ എന്തോ ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് എന്ന് തോന്നുന്നുണ്ടല്ലോ. ഫയഖൂലു, അപ്പോൾ ആ വ്യക്തി പറയും, അന അമലുക സ്വാലിഹ്, നീ ചെയ്ത സൽപ്രവർത്തനങ്ങൾ അള്ളാഹു ഈ ഒരു രൂപത്തിലാക്കിയതാണ്. നോക്കൂ, ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അമലു സാലിഹാത്തിനെ ഒരു നല്ല മനുഷ്യൻ്റെ രൂപത്തിൽ അള്ളാഹു മാറ്റുന്നതാണ് അതിൻ്റെ പ്രതിഫലത്തെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹുവിനത് വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ, ഒരു നല്ല വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അമലുകളാണ് സത്യത്തിൽ, അതാണ് നല്ല വ്യക്തിത്വം. അപ്പോൾ ഈ വ്യക്തി പറയും, റബ്ബി അഖ്മിസ്സാ, പടച്ചോനെ ഖിയാമത്ത് നാൾ വേഗം നായി കിട്ടിയാൽ മതി. കാരണം എന്താണ്? ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, എനിക്കെൻ്റെ മക്കളുടെ അടുത്തേക്കും കുടുംബത്തിൻ്റെ അടുത്തേക്കും ഒന്ന് പോകാൻ, അവരെയൊക്കെ ഒന്ന് കാണാൻ, എൻ്റെ സമ്പത്തിലേക്ക് എനിക്ക് മടങ്ങിപ്പോവാൻ, ഖിയാമത്ത് നാൾ വരണം. അപ്പോഴാണ് പറയുന്നത്, അതിന് അള്ളാഹു ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നം, ഉറങ്ങിക്കോ, കനൗമത്തിൽ ആറൂസ്, പുതിയാപ്പിൾ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ, ബേജാറൊന്നും വേണ്ട, ഉറങ്ങിക്കോ എന്ന് പറയും. ഖബർ എന്ന ഏറ്റവും ഗൗരവമേറിയ, നേരത്തെ നമ്മൾ മരണത്തെക്കുറിച്ച് പറഞ്ഞു, ഖബർ എന്ന ഏറ്റവും ഗൗരവമേറിയ ആ ഒരു ലോകത്ത് ഈ ഒരു സമാധാനം കിട്ടാൻ
എന്താണ് നമ്മൾ കരുതി വെച്ചത് എന്ന് ചിന്തിച്ചാൽ മതി. ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി എന്താ കരുതിയത് എന്നെല്ലാവരും ഒന്ന് ചിന്തിക്കുക. മൂന്നാമത്തത് അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, മഹ്ശറ. ഈ ആദ്യം കഴിഞ്ഞ രണ്ടിനേക്കാളും ഗൗരവമേറിയതാണ് മഹ്ശർ. അതിൻ്റെ ദൈർഘ്യം തന്നെ നോക്കൂ, 50,000 വർഷം. 50,000 വർഷത്തെ ദൈർഘ്യമാണ് മഹ്ശറിന്. കാണാത്ത അഹ്വാലുകൾ ഉണ്ടാവില്ല എന്നാണ് മഹ്ശർ. ഫസഉൽ അക്ബർ എന്നാണ് അള്ളാഹു പറഞ്ഞത്, വമ്പിച്ച ഭയപ്പാടിൻ്റെ ദിവസം. പക്ഷേ ആ ദിവസത്തിൽ വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബർ. ആ വമ്പിച്ച ബേജാറ് അവരെ സങ്കടപ്പെടുത്തുകയേയില്ല. ചുറ്റിലും ആളുകൾ ബേജാറിലാണ്, പക്ഷെ ബേജാറില്ലാതെ നിൽക്കുന്നു ആര്? വിശ്വാസികൾ. വതതലഖാഹുമുൽ മലായിക, കൂട്ടം കൂട്ടമായി മലക്കുകൾ സ്വീകരിക്കാനുണ്ടാവുന്നതാണ്. വരൂ വരൂ. തലഖാഹുമുൽ മലായിക, അള്ളാഹു മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാണ്. നമ്മളൊരു വലിയ പ്രോഗ്രാമിനും ഒക്കെ പോകുമ്പോൾ അവിടുത്തെ വളണ്ടിയർമാർ ഇതിലെ എന്നൊക്കെ. അങ്ങനെ തന്നെ മഹ്ശർ അങ്ങനെ ഒരു ലോകമാണ്. അതിൽ വന്ന ഹദീസുകൾ നോക്കിയാൽ ദുനിയാവിലൊരു വലിയ സമ്മേളനത്തിൽ പറയപ്പെടുന്നത് പോലെയുള്ള വാക്കുകൾ അവിടെ അനൗൺസ്മെൻറ്റുകളാണെന്നാണ്. ഇടക്കിടക്ക് ഓരോ അനൗൺസ്മെൻറ്റുകളാണ്. ഈ അനൗൺസ്മെൻ്റ് അനുസരിച്ച് ആളുകൾ മാറി നിൽക്കണമെന്നാണ്. ബഹുദൈവ ആരാധകർ അങ്ങോട്ട് മാറി നിൽക്കൂ, മാറി നിൽക്കൂ. ഈസാ നബി ആരാധിച്ചവർ മാറി നിൽക്കൂ, വേറെ സെഷൻ. ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരാധിച്ചവർ മാറി നിൽക്കൂ, അവർ മാറി. അങ്ങനെ ഓരോ ആളുകളെയും സെഷനുകളാക്കി തിരിക്കും. പല നിലക്കുമുള്ള അവസ്ഥകളാണ് അവിടെ. അതിൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി വന്നിട്ട് ക്ഷണിക്കുന്നതാണ്. തതലഖാഹുമുൽ മലായിക ഹാദാ യൗമുകുമുല്ലദീ കുൻതും തുഅദൂൻ. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ദിവസമാണിത്. അന്നേ ദിവസം ഇൻഷാ അല്ലാഹ് നോമ്പുകാരുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഫറഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫറഹത്തുണ്ട്, ഒരു സന്തോഷം. അത് നോമ്പുകാർക്കുള്ളതാണ്. അതിനുള്ള കാരണം ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്. ഒരടിമ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ഒറ്റ നോമ്പ് കൊണ്ട് 70 വർഷത്തെ വഴിദൂരം അള്ളാഹു ആ വ്യക്തിയെ നരകത്തിൽ നിന്ന് അകറ്റുന്ന. ഒരു നോമ്പുകാരന് നരകത്തെ കാണുന്നത് 70 വർഷം യാത്ര ചെയ്താലേ അവിടെ എത്തൂ. ആ ഒരു സന്തോഷമല്ലേ? കാരണം എന്താണ്? വബുരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ. അതിക്രമകാരികളായ ആളുകൾക്ക് നരകം പ്രദർശിപ്പിക്കപ്പെടും. ബറസ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതാണ്. മലക്കുകൾ ചങ്ങലയിൽ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന. ഓരോ ചങ്ങലയിലും 70,000 മലക്കുകളുണ്ടാകും. 70,000 ചങ്ങലകൾ, ഓരോ ചങ്ങലയിലും 70,000 മലക്കുകൾ. ഈ മലക്കുകൾ നരകത്തെ വലിച്ചു കൊണ്ടുവരും. ഇങ്ങനെ നരകത്തെ കാണുമ്പോൾ ഇവിടെ നിന്ന് 70 വർഷം ട്രാവൽ ചെയ്താലേ നരകത്തിലേക്ക് എത്തുന്ന ഒരു ദൂരത്തിലേക്ക് നമ്മെ അള്ളാഹു മാറ്റിയാലുള്ളൊരു സന്തോഷം എന്താ? ഒറ്റ നോമ്പുണ്ട്. ഒരു റമളാനിലെ 30 നോമ്പുണ്ട് അത്രേ. പിന്നെ മറ്റു സുന്നത്ത് നോമ്പുകൾ ധാരാളം, അദീദായ റമളാനിലെ നോമ്പുകൾ. നരകം അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളിൽ നിന്ന് ബഹുദൂരം അകറ്റിക്കളയും. മറ്റൊരു ഹദീസിൽ വന്നതുപോലെ മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വ ബൈനൻ നാരി ഖൻദഖൻ കമാ ബൈനസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളുടെ അത്രയും ദൂരം അള്ളാഹു അകറ്റിക്കളയുന്നു. ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലം ചില അസറുകളിലൊക്കെ വന്നത് 500 വർഷത്തെ യാത്രാ ദൈർഘ്യമാണ്. അത് പ്രകാശവർഷമാണോ ഏത് യാത്രയാണ് അള്ളാഹു ആലം. അത്രയും ദൂരം നരകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒറ്റ നോമ്പ് കൊണ്ട് അകറ്റുമെങ്കിൽ പിന്നെ നോമ്പുകാർക്ക് സന്തോഷിക്കാതിരിക്കാൻ എന്താണ് ഉള്ളത്? മാത്രമല്ല, നോമ്പ്, സദഖകൾ, ഭക്ഷണം നൽകൽ, ഇതൊക്കെ ശരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഖൈറ് മനസ്സിലാവുന്നത് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ടവരെ ഖിയാമത്ത് നാളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് ഒരു താങ്ക്സ് പോലും ഉദ്ദേശിക്കാതെ ഭക്ഷണം നൽകിയവരെ കുറിച്ച് പറയാണ് ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗമി വലഖാഹും നദ്റതൻ വസുറൂറ. അന്നേ ദിവസത്തെ എല്ലാ ഷർറുകളിൽ നിന്നും അള്ളാഹു അവരെ തടയും. ചൈതന്യവും സന്തോഷവും അവർ കണ്ടെത്തും. വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറ. സ്വർഗവും പട്ടുവസ്ത്രവും അവർക്ക് നൽകപ്പെടും. മുത്തക്കിഈന ഫീഹ അലൽ അറായികി ലാ യറൗന ഫീഹ ശംസൻ വലാ സംഹരീറ. ചാരു കസേരകളിൽ അവർ ചാരിയിരുന്ന് സുഖിക്കും.
സൂര്യൻ അവർ കാണുകയില്ല. സ്വർഗത്തിൽ സൂര്യനില്ല, വേറെ വെളിച്ചമാണ്. അതെന്തോ വെളിച്ചമാണ്, അല്ലാഹു ആലം. സ്വർഗത്തിൽ വേറെ വെളിച്ചമാണ്. കടുത്ത തണുപ്പുമില്ല എന്നാണ്. കൊടും തണുപ്പുമില്ല, ചൂടുമില്ല. ഒരു പ്രത്യേക കാലാവസ്ഥയാണ് സ്വർഗത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നൽകും. വദാനിയതന അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല. അവിടെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ താഴ്ന്നു നിൽക്കും. നിങ്ങൾ എവിടെയാണോ നിൽക്കുകയാണെങ്കിൽ നിന്ന് പറയ്ക്കാം, ഇരുന്നാൽ ഇരുന്ന് പറയ്ക്കാം, കിടന്നാൽ കിടന്ന് പറയ്ക്കാം. നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് കായ്കനികൾ ഇങ്ങനെ താഴ്ന്നു വരും. നിങ്ങൾ എഴുന്നേറ്റ് ബുദ്ധിമുട്ടണ്ട. അങ്ങനെയുള്ള സ്വർഗലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്, നമുക്ക് വിജയമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് നോമ്പിനെ, സദഖയെ, അതോടൊപ്പം പരിശുദ്ധ ഖുർആനിനെ, അഖീറൻ ഈ ഒരു ഹദീസ് കൂടി ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. അഖീറൻ ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅല്ലമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പഠിക്കണം. അവിടെ ഓതണം നല്ലട്ടോ പറഞ്ഞത്, ശരിക്കും ശ്രദ്ധിക്കുക. ഓതണം എന്ന് പറഞ്ഞ റിവായത്തുമുണ്ട്. രണ്ടും കൂടിയാണെങ്കിൽ ഗംഭീരമാണ്. അൽഹംദുലില്ലാ. തഅല്ലമു സൂറത്തുൽ ബഖറ ഫഇന്ന അഖ്ദഹാ ബറക വതർക്കഹാ ഹസറ വലാ തസ്തതിഉഹാൽ ബതല. സൂറത്തുൽ ബഖറ പഠിക്കൽ ബറക്കത്താണ്, സൂറത്തുൽ ബഖറ പഠിക്കാതിരിക്കൽ നഷ്ടമാണ്. സൂറത്തുൽ ബഖറ പഠിക്കാതിരിക്കൽ നഷ്ടമാണ്. സാഹിറുകൾക്ക് സൂറത്തുൽ ബഖറ പഠിച്ച ആളുകളെ ഉപദ്രവിക്കാനും കഴിയില്ല. സുമ്മ സകത സഅത്ത്. സഹാബി പറയാണ്, പിന്നെ റസൂൽ കുറച്ചു നേരം ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞു, തഅല്ലമു സൂറത്തുൽ ബഖറ വ ആല ഇമ്രാൻ. ഒന്നുകൂടി സിയാദത്താക്കി, നിങ്ങൾ സൂറത്തുൽ ബഖറയും ആല ഇമ്രാനും പഠിക്കണം. കാരണം ഫഇന്നഹുമ الزهراوان وإنهما تضلان صاحبهما يوم القيامة كأنهما غمامتان أو غيايتان أو فرقان من طير صواف. രണ്ട് പ്രകാശങ്ങളായിട്ട് സൂറത്തുൽ ബഖറയും ആല ഇമ്രാനും ഉണ്ടാകുന്ന. ഖുർആൻ നമ്മെ നടക്കുമ്പോൾ മുന്നിൽ സൂറത്തുൽ ബഖറ ഉണ്ടാകുന്നതാണ്, ആല ഇമ്രാനും. ഇവർ രണ്ടുപേരുമാണ് നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത്. മഹ്ശറിൽ സൂറത്തുൽ ബഖറയും സൂറത്തു ആല ഇമ്രാനും നമ്മെ വഹിച്ചു കൊണ്ടുപോകുന്നതാണ്. മാത്രമല്ല തണലായി, ഒരു മേഘപാളികളായി, മേഘക്കൂട്ടമായി, ഒരു തണലായി ഈ രണ്ട് സൂറത്തും ഉണ്ടാകുന്ന. ഇത് പഠിച്ച ആളുകൾക്കുള്ളതാണത്. എന്നിട്ട് തൻ്റെ സാഹിബിന് വേണ്ടി യുഹാജാൻ, അള്ളാഹുവിനോട് വാദിക്കും. സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും അതിൻ്റെ ആളുകൾക്ക് വേണ്ടി റബ്ബിനോട് വാദിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, وإن القرآن يلقى صاحبه يوم القيامة حين ينشق عنه قبره كالرجل الشاحب فيقول هل تعرفني. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് എന്താണ് ഈ ഒരു അവസ്ഥ, ആരാണ് ഈ എഴുന്നേൽപ്പിച്ചത് എന്നൊക്കെ ചോദിച്ച് ബേജാറായി നിൽക്കുമ്പോൾ ഖുർആൻ ഒരു ക്ഷീണിച്ച യുവാവിനെ പോലെ ആ വ്യക്തിയുടെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നതാണ്, എന്നെ അറിയാമോ? ഹൽ താരിഫുനി, എന്നെ അറിയാമോ? അതിൽ വലിയൊരു തത്വമുണ്ട്. ഭൂമിയിൽ വെച്ച് ഖുർആനിനെ അറിഞ്ഞവർക്കുള്ളതാണ് ഈ ഒരു മഹത്വം. അപ്പോൾ പറയും, ഇല്ല അറിയില്ല, കാരണം കണ്ടു പരിചയമില്ല. മഹ്ശറിൽ വെച്ചുള്ള സംഭവങ്ങളാണ്. അപ്പോൾ പറയും, അന സാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിൻ്റെ കൂട്ടുകാരനാണ്, ഖുർആനാണ്. അഥവാ ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലം ആ ഒരു രൂപത്തിൽ വരുന്നതാണ്. ഖുർആൻ നാം ഖിറാഅത്ത് നടത്തിയതിൻ്റെ പ്രതിഫലത്തെ അള്ളാഹു ഇങ്ങനെ ഒരു രൂപത്തിൽ കൊണ്ടുവരും. എന്നിട്ട് ആ ഖുർആൻ നമ്മയും കൂട്ടി മഹ്ശറിൽ റബ്ബിൻ്റെ അടുക്കൽ വാദിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇഖ്റഊ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, അതിൻ്റെ സാഹിബിന് വേണ്ടി ഖുർആൻ ശുപാർശ പറയും. എന്നിട്ട് ഖുൽദ്, വലതും ഇടതും അയാൾക്ക് നൽകപ്പെടുന്ന. വയൂളഉ അലാ റഅസിഹി താജുൽ വഖാർ, ഖുർആനിൻ്റെ ആൾക്കൊരു കിരീടവും അണിയിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ആ ഖുർആനിൻ്റെ ആളുടെ മാതാപിതാക്കളെ പിന്നെ പ്രത്യേകം വിളിക്കുന്നതാണ്. നോക്കൂ, ഇതൊക്കെ മഹ്ശറിൽ നടക്കുന്ന, നമ്മളൊരു സമ്മേളനത്തിലൊക്കെ സമ്മാനം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആരെങ്കിലും എന്നതുപോലെ ആ കുട്ടിയുടെ തലയിൽ ഒരു കിരീടം വെച്ച് കൊടുത്തിട്ട് റഹ്മാനായ റബ്ബ് എവിടെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ, ഉമ്മാനെ ഉപ്പാനെ വിളിച്ചിട്ട് അവർക്ക് കൂടി ഇത് അണിയിപ്പിച്ചിട്ട് പറയും, മക്കൾ ഖുർആൻ പഠിച്ചില്ലേ, അതിന് നിങ്ങൾക്കുള്ള സമ്മാനമാണ്. അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്നിട്ട് ആ വ്യക്തിയോട് അള്ളാഹു പറയുന്നതാണ് ഇഖ്റ, അല്ലെങ്കിൽ മലക്കുകൾ പറയും, ഓതാൻ പറയും, ഖുർആൻ ഓതാൻ പറയും. സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഫാത്തിഹ ഓതാത്ത ഒരാളുണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. ഇവിടുന്ന് നമ്മൾ ഓതി സ്റ്റാർട്ട്, ഓരോ ഖത്മിന് വേണ്ടി നമ്മൾ തുടങ്ങിയില്ലേ, അങ്ങനെ ഓതിയവരെ നമുക്ക് ഇൻഷാ അല്ലാഹ് മഹ്ശറിലും സ്വർഗത്തിലും ഓതാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
അങ്ങനെ വസ്അദ് ഫീ ദറജിൽ ജന്നത്തി വഗുറഫിഹ, സ്വർഗത്തിൻ്റെ ദറജകളിലേക്കും മണിമാളികകളിലേക്കും കയറിപ്പോയിക്കൊള്ളുന്നതാണ്. കാരണം ഓരോ ദറജയിലെത്തുമ്പോൾ വലിയ വലിയ വീടുകൾ ഇങ്ങനെ കാണാം, സ്വർണത്തിൻ്റെ വെള്ളിയുടെ വീടുകൾ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ ഇതാണോ എൻ്റെ വീട്, ഇതാണോ എൻ്റെ വീട്? അല്ല, ഖിറാത്ത് തീർന്നിട്ടില്ല, ഒരു സൂറത്തും കൂടി ഉണ്ട്, ഇൻഷാ അല്ലാഹ് അതും കൂടി ഓദിക്കോ. അങ്ങനെ ഓതുമ്പോൾ അടുത്ത ദർജയിൽ വേറെ വലിയ വീടുകളാണ്. അതാണ് ദർജയിലും ഉറഫുകളിലുമാണ് കയറിപ്പോകുന്നത്. അടുത്ത ദർജയിലെത്തി, അല്ല ഒരു അധ്യായം കൂടിയുണ്ട്, അതല്ലെങ്കിൽ ഒരു ജുസു കൂടി പഠിച്ചിട്ടുണ്ട്. വേറൊരാൾ പറയണം, അല്ല 30 ജുസുവും ഹിഫ്ളുണ്ട്, 30 ജുസുവും ഹിഫ്ളുണ്ട്. ഫാത്തിഹ മുതൽ മിനൽ ജിന്നത്തി വന്നാസ് വരെ ഒരു ഖത്മ് തീർക്കുന്ന, ഇവിടുന്ന് തീർത്തോളി, ഹിഫ്ളാക്കാൻ മാക്സിമം ശ്രമിച്ചോളി. ആ ഖത്മ് തീരുമ്പോൾ അല്ലാഹു അക്ബർ മഅസ്സഫറത്തിൽ കിറാമിൽ ബററ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും മറ്റു മലക്കുകളുടെയും അകമ്പടിയുള്ള 7ാമത്തെ ആകാശത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒക്കെ വീടുള്ളിടത്തിലേക്ക് അങ്ങോട്ട് എത്തും ഇൻഷാ അല്ലാഹ്. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, അവസാന ആയത്തിലാണ്. അതിനുള്ള ഭാഗ്യം ലഭിക്കണമെങ്കിൽ ഖുർആനിനെ മുറുകെ പിടിക്കണം. റമദാനിൽ മാത്രമല്ല, അതിന് ശേഷവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗത്തിൻ്റെ പുറത്ത് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യും. നമ്മളുണ്ടല്ലോ ഈ എയർപോർട്ടിലൊക്കെ വെയിറ്റ് ചെയ്തിട്ട്, ഇന്ന് ഫസ്റ്റ് ക്ലാസ്സിലുള്ളവർ എഴുന്നേൽക്കൂ, അപ്പോൾ അവരാണ് ആദ്യം പോകേണ്ടത്, അല്ലാത്തവർ പോകാൻ പറ്റില്ല എന്നതുപോലെ ഒറ്റ ചോദ്യമാണ് അവിടെ, ഐന സ്വായിമൂൻ, നോമ്പുകാരെവിടെ? അല്ലാഹ്, മഹ്ശറിൽ നോമ്പ് നോറ്റവരെവിടെ എന്ന ചോദ്യം ഭയങ്കരല്ലേ അത്. അല്ലാഹു അക്ബർ. ഫയഖൂമൂൻ ആണ്, അവർ എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. എന്താണ് ഈ എഴുന്നേറ്റ് നിൽക്കാൻ കാരണം? വിശ്വാസികൾക്ക് കസേര ഇട്ട് കൊടുക്കുന്നതാണ്. മഹ്ശറിൽ നിന്ന് ബുദ്ധിമുട്ടൂല, കസേര ഇട്ട് കൊടുക്കുക. കസേരയിലാണ് ഇരിക്കുന്നത്. എവിടെ നോമ്പുകാർ? കസേരയിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നേൽക്കുന്നു. കാരണം റയ്യാൻ എന്ന വാതിൽ അങ്ങനെ തുറന്നിട്ടിട്ടുണ്ട്. യദ്ഖുലു മിൻഹു സ്വായിമൂന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നോമ്പുകാർ അതിലൂടെ പ്രവേശിക്കും. ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും ഫഇദാ ദഖലു ഉഗ്ലിഖ് ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ. നോമ്പുകാർ ഖലാസ് കഴിഞ്ഞാൽ ആ ഡോറങ്ങ് ക്ലോസ് ചെയ്യുന്ന, ഉഗ്ലിഖ്, സ്വർഗത്തിൻ്റെ ആ വാതിൽ ക്ലോസ്ഡ്, അതിലൂടെ ഇനി ആരും കയറില്ല. അത് നോമ്പുകാർക്ക് മാത്രമുള്ളതാണ്. അള്ളാഹു എന്നെ ആ സായിമുകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. ഖുർആനിനെ ആ നിലക്ക് പരിഗണിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ നന്മകളും ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, റമദാനിലൂടെ ലഭിച്ച എല്ലാ നന്മകളും നിലനിർത്തുക. എങ്കിൽ ഇൻഷാ അല്ലാഹ് മരിക്കുന്ന സമയത്തും ഖബറിലും മഹ്ശറിലും ഈ ഒരവസ്ഥ നമുക്കുണ്ടാകും. അള്ളാഹു സഹായിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.